ആർസിയം എല്ലാവർക്കും നമസ്കാരം. നമ്മളൊരു പുതിയ സംരംഭം തുടങ്ങിയിരിക്കുകയാണ്. ഇന്നലെ രാത്രി 10 മണിക്ക് 500-ലധികം ആളുകൾ പങ്കെടുത്ത അതിന്റെ ഒരു ഇൻട്രോ സെഷൻ നടന്നു. ധാരാളം ആളുകൾ അതിനെ വളരെ പോസിറ്റീവായിട്ട് കമന്റ് ചെയ്തിട്ടുണ്ട്. ഏതൊരു മേഖലയിലും നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ നമ്മളിപ്പോൾ ഒരു ജനറൽ കാറ്റഗറി ആയിരിക്കും. ആ ജനറൽ കാറ്റഗറിയിലുള്ള ആളുകൾ ധാരാളം പഠിക്കുമ്പോൾ അവര് കുറച്ചുകൂടി ഒരു ബെറ്റർ ലെവലിലേക്ക് വരും. ആ മേഖലയിൽ അവരൊരു സ്പെഷ്യലിസ്റ്റ് ആവും, അല്ലെ? ഒരു പർട്ടിക്കുലർ സെഗ്മെന്റ് എടുത്ത് പഠിക്കുമ്പോൾ നമ്മൾ സ്പെഷ്യലിസ്റ്റ് ആവും. അത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്തായിട്ട് മാറും? അവർ ആ മേഖലയിൽ എക്സ്പെർട്ട് ആവും. അപ്പൊ ലേണിംഗ് ഉണ്ടാകുമ്പോൾ നമ്മൾ അതിൽ സ്പെഷ്യലിസ്റ്റ് ആകും. അതിൽ എക്സ്പീരിയൻസ് കൂടി കിട്ടുമ്പോൾ നമ്മൾ ആ മേഖലയിൽ എക്സ്പെർട്ട് ആവും. എക്സ്പെർട്ട് ആകുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ മേഖലയിൽ നമ്മൾ പർട്ടിക്കുലർ സെഗ്മെന്റിൽ എക്സ്പെർട്ട് ആകുമ്പോൾ നാച്ചുറലി വാട്ട് വിൽ ഹാപ്പൻ? നമ്മുടെ വരുമാനം വർദ്ധിക്കും. ഓക്കെ, ഈ ഗ്രൂപ്പിൽ ധാരാളം പുതിയ ആളുകളുണ്ട്, അത് എനിക്കറിയാം. ഞാൻ ഇതുവരെ കാണാത്ത ആളുകളുണ്ട്. എന്നെ പരിചയപ്പെടുത്തിയ പേര് ഡോക്ടർ രാജൻ. നാച്ചുറോപ്പതി ആൻഡ് യോഗ എന്ന മേഖലയിൽ കഴിഞ്ഞ 17 വർഷമായി, 17 ഇപ്പൊ 18 വർഷമായി മരുന്നുകളില്ലാത്തൊരു ജീവിതശൈലിയെ പ്രൊമോട്ട് ചെയ്യുന്നു. അതിന് എന്നെ ഏറ്റവും കൂടുതൽ സഹായിച്ച ഒരു സെഗ്മെന്റ്, ഒരു പ്ലാറ്റ്ഫോമാണ് ആർസിയം. നാച്ചുറൽ ആയിട്ടുള്ള ഉൽപ്പന്നങ്ങൾ, ഡയറക്ട് മാർക്കറ്റിങ്ങിലൂടെ കിട്ടുന്ന ഉൽപ്പന്നങ്ങൾ, ഇടനിലക്കാരില്ല, പരസ്യക്കാരില്ല, ഉൽപാദകനിൽ നിന്ന് ഉപഭോക്താവിലേക്ക് ഉൽപ്പന്നങ്ങൾ നേരിട്ട് വരുമ്പോൾ നല്ല സാധനങ്ങൾ കിട്ടും. നല്ല ഉൽപ്പന്നങ്ങൾ കിട്ടുമ്പോൾ അത് ഉപയോഗിക്കുന്ന ആളുകൾക്ക് നല്ല ആരോഗ്യം കിട്ടും. ഒപ്പം നമ്മുടെ ചെലവ് ചുരുങ്ങും. അതിനൊരു വരുമാന മാർഗമായിട്ട് മാറ്റാൻ വേണമെങ്കിൽ അതിനൊരു സമ്പത്തായിട്ട് കൺവേർട്ട് ചെയ്യാനും പറ്റും. ഇങ്ങനെ ഒരു ബഹുമുഖ അല്ലെങ്കിൽ ഒരു മൾട്ടിപ്പിൾ ഫേസ് ഉള്ള ഒരു സിസ്റ്റമാണ് ആർസിയം. അതില് 17 സെഗ്മെന്റിൽ ഏറ്റവും പ്രബലമായിട്ടുള്ള ഒരു സെഗ്മെന്റ് ആണ്. അതിന്റെ ഒരു സാധ്യതയെക്കുറിച്ച് കഴിഞ്ഞ ദിവസം ജിൻ സാർ പറഞ്ഞിരുന്നു. ഏറ്റവും സാധ്യതയുള്ള ഒരു സെഗ്മെന്റ്, ഏറ്റവും കൂടുതൽ ഇൻകം ജനറേറ്റ് ചെയ്യാവുന്ന ഒരു സെഗ്മെന്റ് ആണ് ന്യൂട്രീഷൻ. അതിലുള്ള ഒരു സെഗ്മെന്റ് ന്യൂട്രി ചാർജിങ് അവർ ബോഡി വിത്ത് ന്യൂട്രീഷൻ. അപ്പൊ അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ കുറച്ചുകൂടി ആധികാരികമായിട്ട് പഠിക്കാനും മറ്റുള്ളവരിലേക്ക് എത്തിക്കാനുള്ള ഒരു ശ്രമമാണ് നമ്മൾ നടത്തുന്നത്. അതിൽ എത്ര പേര് സക്സസ്ഫുൾ ആവുമെന്ന് എനിക്കറിയില്ല. പക്ഷെ ഇതിനെ സീരിയസ് ആയിട്ട് കാണുന്ന ആളുകളൊക്കെ ഇൻഡിപെൻഡന്റ് ആയിട്ട് ഈ ഉൽപ്പന്നങ്ങൾ ധൈര്യപൂർവ്വം ഉപയോഗിക്കാനും പ്രൊമോട്ട് ചെയ്യാനും പറ്റും. അങ്ങനെ ഈ ഒരു മേഖലയിൽ നിങ്ങളെ എക്സ്പെർട്ട് ആക്കാനുള്ള ഒരു ടീമാണ് ഇത്, ഒരു ഗ്രൂപ്പാണ് ഇത്. ഈ ഗ്രൂപ്പിലേക്ക് ധാരാളം ആളുകൾ വന്നിട്ടുണ്ട്, കുറെ ആളുകൾ ലെഫ്റ്റ് ചെയ്തിട്ടുണ്ട്. നോ പ്രോബ്ലം, വി വാണ്ട് ഓൺലി ദ ക്രീം പീപ്പിൾ. ക്രീം ആയിട്ടുള്ള ആളുകളെയാണ് വേണ്ടത്. കാരണം എന്താണ്, ഒരു ജനറൽ കാറ്റഗറിയിൽ നിന്ന് ഒരു സ്പെഷ്യലിസ്റ്റ് കാറ്റഗറിയിലേക്കും അതിൽ നിന്ന് എക്സ്പെർട്ടിലേക്കും കൊണ്ടുവരുമ്പോഴാണ് നമുക്ക് ഇനഫ് മണി, ആവശ്യത്തിന് പണം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. കാരണം ഒരു ബിസിനസ്സാണ് നമ്മൾ ചെയ്യുന്നത്. ആ ബിസിനസ്സിൽ എപ്പോഴും നമുക്ക് വേണ്ടത് വി നീഡ് മണി. അപ്പൊ ഇനഫ് മണി ഉണ്ടാക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ഇത്, അത് നേരായ മാർഗത്തിലൂടെ. അപ്പൊ നമുക്ക് കുറച്ച് കാര്യങ്ങൾ പഠിക്കാം. എന്താണ് ന്യൂട്രീഷൻ? ആദ്യമായിട്ട് വരുന്ന ആളുകൾ ഉണ്ടായിരിക്കും. ഈ പ്രോഗ്രാം ഇനിയും ധാരാളം ആളുകൾ കാണും. ബേസിക് ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ് ന്യൂട്രീഷൻ, ഇന്നത്തെ കാലഘട്ടത്തിൽ അതിന്റെ ഒരു ആവശ്യകത എന്താണ്, അതിന്റെ ഒരു സാധ്യത എന്താണെന്നുള്ളത് പ്രാക്ടിക്കലി നമുക്ക് ഒരു പ്രസന്റേഷന്റെ സാന്നിധ്യത്തിൽ കാണാം. സോ ഐ എം ഷെയറിംഗ് എ സ്ലൈഡ്. സോ ലെറ്റ് us start. നമ്മുടെ ശരീരമാണ് നമ്മുടെ ഏറ്റവും വലിയ സമ്പത്ത്. ദ ബിഗസ്റ്റ് അസറ്റ്സ് ഈസ് അവർ ബോഡി, അല്ലെ? എന്താണ് സമ്പത്ത്? നമുക്ക് എന്നും അതിൽ നിന്ന് ബെനിഫിറ്റ് കിട്ടണം, എന്നും ബെനിഫിറ്റ് കിട്ടിക്കൊണ്ടിരിക്കണം. അപ്പൊ ഈ സമ്പത്തിന് എന്തെങ്കിലും പ്രശ്നം വന്നാലോ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. സോ അവർ ബോഡി ഈസ് അവർ ബിഗസ്റ്റ് അസറ്റ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഇംഗ്ലീഷാണ്, എല്ലാവർക്കും ഇംഗ്ലീഷ് അറിയില്ല. അതിന്റെ മലയാള വിവർത്തനം കൂട്ടത്തിൽ പറയുന്നുണ്ടായിരിക്കും. ഈ അസറ്റ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്? ഇത്രയും നല്ല ആരോഗ്യമുള്ള ഒരു ശരീരം എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്? നമുക്ക് എല്ലാ ദിവസവും എല്ലാ സമയത്തും പോഷക സമൃദ്ധമായ ഭക്ഷണം കിട്ടണം. വി നീഡ് ന്യൂട്രീഷൻ ഡെയിലി ടു കീപ് യങ്. എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മൾ എന്നും ചെറുപ്പമായിട്ട് നിലനിർത്താൻ, പ്രായമായാലും ഒരു യങ് എനർജിയിൽ നിലനിർത്താൻ അത് അത്യാവശ്യമാണ്. ടു കീപ് യങ്, ഹെൽത്തി, ആരോഗ്യത്തോടു കൂടി, ഒപ്പം വളരെ ആക്റ്റീവായിട്ടും, അല്ലെ? അപ്പൊ ആരോഗ്യമുണ്ട് പക്ഷെ ആക്റ്റീവ് അല്ല, അപ്പൊ അതിനൊരു ഉഷാർ ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ എപ്പോഴും യങ് ആയിരിക്കണം, ഹെൽത്തി ആയിരിക്കണം, ആക്റ്റീവ് ആയിരിക്കണം. എത്ര കാലം? ലോങ് ലൈഫ്, ലോങ് 120 വർഷം അതേ ലെവലിൽ നിലനിൽക്കാൻ നമ്മളെ സഹായിക്കുന്ന ഒരു സിസ്റ്റമാണ് ന്യൂട്രീഷൻ. നമുക്ക് സാധാരണ ന്യൂട്രീഷൻ എവിടെ നിന്നാണ് കിട്ടുക? നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന്, അല്ലെ? ഡെയിലി നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലൂടെ അല്ലാണ്ട് വേറെ എവിടെ നിന്നും കിട്ടുന്നില്ല. പിന്നെ എന്താ? നമ്മൾ വെള്ളം കുടിക്കുന്നുണ്ട്, ശ്വസിക്കുന്നുണ്ട്, വേറെ ഒന്നും കിട്ടുന്നില്ല. അപ്പൊ ഏറ്റവും കൂടുതൽ പോഷകങ്ങൾ കിട്ടുന്നത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലൂടെയാണ്. ആ ഭക്ഷണം ശരിയായ ഭക്ഷണമാണോ, നമ്മുടെ ശരീരത്തിന് വേണ്ടതാണോ എന്നുള്ളത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. വർഷങ്ങളായിട്ട് നമ്മൾ ഫോളോ ചെയ്യുന്ന ഒരു പാറ്റേൺ ഉണ്ട് ഭക്ഷണ രീതിയിൽ. നമ്മുടെ പൊതുവെ മലയാളികളിൽ കണ്ടുവരുന്ന കാര്യമാണ് എല്ലാ ദിവസവും ഇഡ്ലി, ദോശ ഇഡ്ലി, അല്ലെങ്കിൽ പുട്ട്, കടല പുട്ട്, ഈ രീതിയിലൊരു കാറ്റഗറിയാണ്. അതിൽ ഒരു നിശ്ചിത പോഷകങ്ങൾ കൃത്യമായിട്ട് കിട്ടുന്നു, പക്ഷെ ഭൂരിപക്ഷം നമുക്ക് കിട്ടുന്നില്ല. അതുകൊണ്ടുണ്ടാകുന്ന പ്രശ്നം എന്താണ്? അത് പലതരത്തിലെ രോഗങ്ങളിലോട്ട് നമ്മളെ നയിക്കും. നമ്മൾ വർഷങ്ങളായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ഒരു രീതി, അല്ലെ? എല്ലാ വീടുകളിലും ഉണ്ട്. ഇപ്പൊ നോൺ വെജ് സ്ഥലം കഴിക്കുന്ന വീടുകളിൽ ഒന്നും എല്ലാ കാലത്തും നോൺ വെജ് കഴിച്ചുകൊണ്ടിരിക്കും.
അപ്പോൾ അവർക്ക് കുറച്ച് പോഷകങ്ങൾ കിട്ടും, പ്രോട്ടീനൊക്കെ കിട്ടും, പക്ഷെ മറ്റു പല പോഷകങ്ങളും കിട്ടിയെന്ന് വരില്ല. നമ്മളെപ്പോഴും ഭക്ഷണം കഴിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ നാവിനെ തൃപ്തിപ്പെടുത്താൻ. അതായത് നിറം, മണം, രുചി, അല്ലെ? ഈ രീതിയിലുള്ള ഭക്ഷണ രീതി ക്രമീകരണമാണ് നമ്മൾ പ്രത്യേകിച്ച് സൗത്ത് ഇന്ത്യയിലൊക്കെ ഉള്ളത്. പക്ഷെ നോർത്ത് ഇന്ത്യയിലേക്ക് പോയി ഇതിന് കുറച്ച് വ്യത്യാസങ്ങൾ വരും. അപ്പൊ നമ്മൾ പറയാറുണ്ട് എന്താ, ഭക്ഷണമൊക്കെ നല്ല ഭക്ഷണമാണ് കഴിക്കുന്നത്. നല്ല ഭക്ഷണം നമ്മുടെ ശരീരത്തിന് വേണ്ടതാണോ എന്നുള്ളത് പലപ്പോഴും നമ്മൾ നോക്കാറില്ല, അല്ലെ? ഇതെല്ലാം വെരി ടേസ്റ്റിയാണ്. ഇതെല്ലാം നമ്മുടെ നാവിനെ തൃപ്തിപ്പെടുത്തും, കണ്ണിനെ തൃപ്തിപ്പെടുത്തും, മൂക്കിനെ തൃപ്തിപ്പെടുത്തും. പക്ഷേ അത് നമ്മുടെ ദഹനവ്യൂഹത്തെയോ വയറിനെയോ നമ്മുടെ ശരിയായ ആരോഗ്യത്തിനെയോ തൃപ്തിപ്പെടുത്തോ ഇല്ലയോ എന്നുള്ളത് നമുക്കറിയില്ല. എന്നിട്ട് നമ്മൾ എന്താ പറയാ, അവർ ഡയറ്റ് ഈസ് വെരി സിമ്പിൾ. നമ്മൾ വളരെ ലളിതമായിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ഫുഡേ കഴിക്കും, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഭക്ഷണം. ഇത് അത്ര സിമ്പിൾ ഒന്നല്ല എന്ന കാര്യം കുറച്ചുകൂടി കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും. പക്ഷെ ഈ പറയുന്ന കാര്യങ്ങൾ കഴിച്ചാൽ ഇതുകൊണ്ട് നമ്മുടെ ബോഡിക്ക് വേണ്ട പോഷകങ്ങൾ പലപ്പോഴും കിട്ടാറില്ല. അത് കിട്ടാത്തതിന്റെ കാരണം എന്താണ്? അത് ബോഡിക്ക് അത് സ്വീകരിക്കാൻ പറ്റില്ല, സ്വീകരിക്കാൻ അതിലൊന്നുമില്ല. അതുകൊണ്ടാണ്. ആൻഡ് ഇഫ് യെസ് ദെൻ വൈ ഇറ്റ് ഈസ് ലിവിങ് ഇറ്റ്സ് ഇംപ്രിൻസ്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ശരിയായ പോഷകമുള്ള ഭക്ഷണമാണെങ്കിൽ എന്തുകൊണ്ട് ഈ ഒരു മുദ്ര നമ്മുടെ ശരീരത്തിൽ, നമ്മുടെ മുഖത്ത്, നമ്മുടെ സ്കിന്നിൽ പതിയുന്നു, അല്ലെ? പല ആളുകളോടും പ്രായം ചോദിക്കുമ്പോൾ അവര് 30 പറയും, കണ്ടാൽ 50 തോന്നിക്കും. വൈ? ഇതാണ് കാരണം. ശരിയായ പോഷക സമൃദ്ധമായ ഭക്ഷണം. നമുക്ക് പേര് കേട്ട സൂപ്പർ സ്റ്റാറുകളുണ്ട്, അവർ ഇന്നും വളരെ യങ് ആയിട്ട് നിലനിൽക്കാനുള്ള കാരണം അവർ ഭക്ഷണം കഴിക്കുന്ന കാര്യം അത്ര കൃത്യമാണ്. ഡയറ്റീഷ്യൻ പറഞ്ഞ അനുസരിച്ച് മാത്രം ഭക്ഷണം കഴിക്കുന്നവരാണ് അവരൊക്കെ. അപ്പോ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ചേഞ്ച് വരുന്നത്? ബിക്കോസ് നമ്മുടെ ഭക്ഷണത്തിൽ വേണ്ടത്ര പോഷകങ്ങളില്ല. മാത്രമല്ല, നമ്മളിത് ഭക്ഷണം കഴിച്ചാലോ ആ കഴിക്കുന്നതിന്റെ നമ്മുടെ ശരീരത്തെ തന്നെ സ്വീകരിക്കാനുള്ള കഴിവ്, സ്വാംശീകരിക്കാനുള്ള കഴിവ് ഏജ് കൂടുന്നതിനനുസരിച്ച് കുറഞ്ഞു വരും. 20 വയസ്സുകാരൻ കഴിക്കുന്ന ഭക്ഷണം ദഹിക്കുന്ന അതേപോലെ 60 വയസ്സുകാരൻ കഴിച്ചാൽ ദഹിക്കില്ല. അതെപ്പോഴും ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കും, മറ്റു ഒരുപാട് പ്രോബ്ലംസ്, ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാക്കും. അപ്പൊ പ്രായം കൂടുന്നതിനനുസരിച്ച് നമ്മുടെ ദഹന ശേഷി അല്ലെങ്കിൽ ആകിരണ ശേഷി കുറയും. അതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. കാരണം എന്താ? ഇതൊരു 2 ഉപകരണങ്ങളുണ്ട്. ഒരു പണ്ടത്തെ ഒരു ടൈപ്പ് റൈറ്റർ, പിന്നെ ഇപ്പോഴത്തെ ലാപ്ടോപ്പ്, അല്ലെ? രണ്ടിനും ഒരേ എഫിഷ്യൻസി അല്ല, നമുക്ക് എല്ലാവർക്കും അറിയാം. WHO, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ, ലോകാരോഗ്യ സംഘടന നിർദ്ദേശിച്ചിട്ടുള്ള ഒരു കണക്കുണ്ട്. ഒരു മനുഷ്യന്റെ ശരീരത്തിൽ, ഒരു പുരുഷന്റെ, ഒരു സ്ത്രീയുടെ, ഒരു കുട്ടിയുടെ ശരീരത്തിൽ ഒരു ദിവസം ഇത്ര വൈറ്റമിൻസ് വേണം, ഇത്ര മിനറൽസ് വേണം, ഇത്ര ഫൈബർ വേണം, ഇത്ര പ്രോട്ടീൻ വേണം എന്നൊക്കെ ഒരു കണക്ക് വെച്ചിട്ടുണ്ട്. ആ കണക്കിന് നമ്മൾ പറയുന്നതാണ് RDA, റെക്കമെൻഡഡ് ഡയറ്ററി അലവൻസ്, RDA. അപ്പൊ ലോകാരോഗ്യ സംഘടന നിർദ്ദേശിച്ചിട്ടുള്ള ഒരു നിയമമുണ്ട്. പക്ഷേ നമ്മൾ സിമ്പിൾ ആയിട്ടുള്ള ട്രാഫിക് റൂൾ പോലും പലപ്പോഴും നടപ്പിലാക്കാറുണ്ട്, അല്ലെ? നമ്മൾ ഫോളോ ചെയ്യാറില്ലേ? പിന്നെയല്ലല്ലോ WHO പറയുന്ന നിയമങ്ങൾ. ഭക്ഷണം കാണുമ്പോൾ ഒരു ആക്രാന്തത്തോടു കൂടി അതിന്റെ മേലെ ചാടി വീണ് ഭക്ഷണം കഴിക്കുന്ന രീതിയാണ് പൊതുവെ നമ്മൾ മലയാളികൾക്കുള്ളത്. അത് കാണണം എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും കല്യാണ സദ്യക്കൊക്കെ പോയാൽ മതി. ഓക്കെ, സോ നമ്മള് WHO എന്താ പറഞ്ഞിരിക്കുന്നത്? വേറെ ഒന്നുമല്ല, ഒരു മനുഷ്യന്റെ ശരീരത്തിൽ ഒരു ദിവസം വേണ്ട മിനിമം റിക്വേർഡ് പോഷകങ്ങൾ, അത് വൈറ്റമിൻസ്, മിനറൽസ്, ഫൈബർ, പ്രോട്ടീൻ എന്താണെന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് ഡെയിലി വേണ്ടതാണ്, അല്ലാണ്ട് കൊല്ലത്തിലൊരിക്കലോ ആഴ്ചയിലൊരിക്കലോ വേണ്ടതല്ല, ഡെയിലി വേണ്ടതാണ്. അപ്പോൾ അതിനെ നമ്മൾ പറയുന്നതാണ് RDA. പുതിയ ആളുകൾ ധാരാളം ഉണ്ട്, അവർ നോട്ട് ചെയ്യുക. പഴയ ആളുകൾക്ക് ഇതൊക്കെ ബൈഹാർട്ടാണ്. ഇനി ബൈഹാർട്ടാണെങ്കിൽ പോലും ഒന്നുകൂടി പറയുന്നതുകൊണ്ട് പ്രശ്നമില്ല. റെക്കമെൻഡ് ഡയറ്ററി അലവൻസ് എന്നും പറയും, റെക്കമെൻഡ് ഡെയിലി അലവൻസ് എന്നും പറയും. ഒരു ദിവസം ഒരു മനുഷ്യന്റെ ശരീരത്തിന് വേണ്ട എസെൻഷ്യൽ ആയിട്ടുള്ള പോഷകങ്ങളുടെ ഏറ്റവും മിനിമം ക്വാണ്ടിറ്റി, ഏറ്റവും മിനിമം ആണ്, മാക്സിമം അല്ല, മിനിമം, ഇത്രയെങ്കിലും മിനിമം കിട്ടണം. അതാണ് RDA, റെക്കമെൻഡഡ് ഡയറ്ററി അലവൻസ്. നമ്മൾ കസ്റ്റമേഴ്സിനോടൊക്കെ സംസാരിക്കുന്ന സമയത്ത് കുറച്ച് സ്റ്റാൻഡേർഡ് വാക്കുകൾ പറയുന്നത് നല്ലതാണ്. നമ്മളെ കുറിച്ച് അവർക്കൊരു നല്ല ഒരു എന്താ പറയുക, ഒരു ഐഡിയ കിട്ടും, അല്ലെ? നമ്മൾ വെറുതെ പറയുന്നതിനേക്കാൾ അതിനൊരു വേർഡ് അവർക്ക് മനസ്സിലാക്കി കൊടുക്കണം. അപ്പൊ എല്ലാവരോടും നമ്മൾ RDA എന്ന് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവില്ല. എന്താണ് RDA? റെക്കമെൻഡഡ് ഡയറ്ററി അലവൻസ്. ഒരു മനുഷ്യന്റെ ശരീരത്തിൽ ഓരോ ദിവസവും വേണ്ട പോഷകങ്ങളുടെ ഏറ്റവും കുറഞ്ഞ അളവ്, അതാണ് RDA. അപ്പൊ ന്യൂട്രീഷന്റെ ശരിയായ ഫോർമുല എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ 7 ഘടകങ്ങളാണ് നമ്മുടെ ശരീരത്തിൽ ബേസിക് ആയിട്ട് വേണ്ടത്. നമ്മൾ പുരാണങ്ങളിൽ പറയാറുണ്ട്, മനുഷ്യ ശരീരം നിർമ്മിച്ചിരിക്കുന്നത് പഞ്ചഭൂതങ്ങളെ കൊണ്ടാണ്: ആകാശം, അഗ്നി, വായു, ഭൂമി, ജലം. സയൻസ് അതിനെ 7 ആക്കി ഡിവൈഡ് ചെയ്തു. ആ 7 കാര്യങ്ങളാണ് നമുക്ക് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അത് നമുക്ക് കുറച്ചുകൂടി വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അതിൽ ആദ്യത്തേതാണ് വെള്ളം. വെള്ളം നമ്മൾ ധാരാളം കുടിക്കണം. നമ്മുടെ ശരീരത്തിന്റെ 55 മുതൽ 70% വെള്ളമായിരിക്കണം. ഈ വെള്ളത്തിന്റെ അളവ് കുറഞ്ഞാൽ അതുമൂലം ഉണ്ടാകുന്ന രോഗങ്ങൾ 60%. അപ്പോൾ 60% രോഗങ്ങൾ മാറ്റാൻ എന്ത് ചെയ്താൽ മതി? വെള്ളം നന്നായിട്ട് കുടിച്ചാൽ മതി. നമ്മുടെ നാട്ടിൽ പൊതുവെ സ്ത്രീകൾ വെള്ളം കുടിക്കുന്ന കാര്യത്തിൽ ബാക്കിലാണ്. വെള്ളം കുടിക്കാത്തത് കൊണ്ട് അവർക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ ചില്ലറയല്ല. ഏറ്റവും കൂടുതൽ യൂട്രസ് റിലേറ്റഡ് ആയ പ്രശ്നങ്ങൾ, സ്കിൻ സംബന്ധമായ പ്രശ്നങ്ങൾ, ഡൈജസ്റ്റീവ് ഡിസോർഡറുകൾ മുഴുവൻ ഉണ്ടാക്കുന്നത് വെള്ളത്തിന്റെ അഭാവമാണ്. അപ്പോൾ ഓരോ 20 കിലോ ശരീരഭാരത്തിന് മിനിമം 1 ലിറ്റർ വെള്ളം എന്നൊരു കണക്കിൽ നമ്മൾ റെഗുലർ ആയിട്ട് വെള്ളം കുടിക്കുക. ഓക്കെ,
രാവിലെ എഴുന്നേറ്റ് ആദ്യത്തെ പണി വെള്ളം കുടിക്കുക എന്നുള്ളതായിരിക്കണം. അപ്പൊ നമുക്ക് എന്ത് സംഭവിക്കും? നമ്മുടെ ബോഡി ഫുള്ളി ഹൈഡ്രേറ്റഡ് ആവും. നമ്മുടെ ശരീരത്തിലെ ആൾമോസ്റ്റ് എല്ലാ പോഷകങ്ങളും ബോഡി അബ്സോർബ് ചെയ്യുന്നത് വെള്ളത്തിലൂടെയാണ്. ഒരു വാഴയുടെ കടയ്ക്കൽ നമ്മൾ വളം കൊണ്ടിട്ടു, രാസവളം കൊണ്ടിട്ടു, 2 ആഴ്ച നനച്ചില്ലെങ്കിൽ ആ വാഴ കരിഞ്ഞു പോകും. ഇതേ അവസ്ഥയാണ്. അപ്പൊ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിനെ ശരീരത്തിന് ആഗിരണം ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് വെള്ളത്തിൽ ലയിക്കുക, ഭൂരിപക്ഷം പോഷകങ്ങൾ. ഓക്കെ, അപ്പൊ വെള്ളം വളരെ ഇമ്പോർട്ടന്റ് ആണ്. വെള്ളം കുറഞ്ഞാലുള്ള പ്രശ്നം, ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമാണ് മുടി കൊഴിച്ചിൽ. ആർക്കൊക്കെ മുടി കൊഴിച്ചിലുണ്ടോ? നമ്മുടെ നാട്ടിൽ ഭൂരിപക്ഷം മുടി കൊഴിച്ചിലുള്ള ആളുകൾ ആരാ? സ്ത്രീകളാ. കാരണം എന്താ? ഒരു വെള്ളം കുടിക്കുന്ന കാര്യത്തിൽ വളരെ ബാക്കിലാണ്. കാരണങ്ങൾ പലതാണ്. പക്ഷെ വെള്ളം നന്നായിട്ട് കുടിക്കുന്ന ഒരു ശീലം, ഓരോ 20 കിലോ ശരീരഭാരത്തിന് മിനിമം 1 ലിറ്റർ വെള്ളം കുടിക്കുക എന്നുള്ള ഒരു ശീലം നമ്മൾ ഡെവലപ്പ് ചെയ്യാം. ഓക്കെ. 2, അന്നജം. അന്നജം എത്ര കഴിക്കണം? ഇത്രേ കഴിക്കാൻ പാടുള്ളൂ. നിങ്ങളെല്ലാവരും നിങ്ങളെ 2 കൈയൊന്ന് കൂട്ടി ചേർത്ത് വെക്കുക. ഇങ്ങനെ ചേർത്ത് വെച്ചാൽ ഏകദേശം 200-250 ഗ്രാം അന്നജമാണ് നമുക്ക് ആവശ്യമുള്ളൂ. ഇത്രേ കഴിക്കാൻ പാടുള്ളൂ. പക്ഷെ കഴിക്കുന്നത് ഇത്രയാണ് നമുക്ക് എല്ലാവർക്കും അറിയാം, അല്ലെ? അപ്പൊ അന്നജം കുറവ് കഴിച്ചാൽ എനർജി ലെവൽ കുറയും. അന്നജം കൂടുതൽ കഴിച്ചാലോ എക്സസീവ് എനർജി ശരീരത്തിൽ പ്രൊഡ്യൂസ് ചെയ്യും. ആ എക്സസീവ് ആയിട്ട് വരുന്ന എനർജി മുഴുവൻ ഫാറ്റ് ആയിട്ട് പിന്നീട് യൂട്ടിലൈസ് ചെയ്തില്ലെങ്കിൽ അത് ഫാറ്റ് ആയിട്ട് കൺവേർട്ട് ആവും. അപ്പൊ അതുകൊണ്ടുണ്ടാകുന്ന പ്രശ്നം എന്താണ്? ശരീരത്തിൽ ഇഷ്ടം പോലെ മടക്കുകൾ വരും, ഫാറ്റ് ഡെപ്പോസിറ്റ് വരും. പലരും പറയാറുണ്ട്, ഞാൻ എണ്ണപ്പലഹാരം തൊടില്ല, ബേക്കറിയിൽ കയറാറില്ല, നോൺ വെജ് കഴിക്കാറില്ല, ഞാനിങ്ങനെ വീർത്തു വരും. ഇതാണ് കാരണം. അതായത് അവര് ഉപയോഗിക്കുന്ന കാർബോഹൈഡ്രേറ്റ് കൺവെർട്ട് ചെയ്തുണ്ടാകുന്ന എനർജിയെ അവരുടെ ശരീരം യൂട്ടിലൈസ് ചെയ്യുന്നില്ല. കാരണം ഒന്ന്, ആളുകൾ വ്യായാമം ചെയ്യില്ല. 2, അധ്വാനമുള്ള പണികളൊന്നും പൊതുവെ ഇല്ല. വളരെ ലഘുവായിട്ടുള്ള കാര്യങ്ങളെല്ലാം സ്വിച്ചിട്ട് നടക്കുന്ന കാര്യങ്ങളാണ് ഇപ്പൊ നടക്കുന്നത്. അപ്പൊ അതുകൊണ്ടുണ്ടാകുന്ന പ്രശ്നം എന്താണ്? എന്നും ആരോഗ്യ പ്രശ്നങ്ങളാണ്. ഓക്കെ, സോ റെഗുലർ ആയിട്ട് വ്യായാമം ചെയ്യുക. 4 റൗണ്ട് നടന്നിട്ടാണ് ഞാൻ ഈ പ്രോഗ്രാമിന് വന്നിരിക്കുന്നത്. സോ യു ക്യാൻ ഓൾസോ ഡു ഇറ്റ്. ഓക്കെ, നമുക്ക് സമയമില്ല എന്ന് പറയുന്നത് വെറുതെയാണ്. നമുക്ക് സമയം ഉണ്ടാകുന്ന ഒരേ ഒരു സമയം ICU കിടക്കുമ്പോഴാണ്. അങ്ങനെ ഒരു അവസ്ഥ വരാതിരിക്കാനുള്ള കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ കാർബോഹൈഡ്രേറ്റ് കുറച്ച് കഴിക്കുക. ഇത് കഴിക്കുമ്പോൾ നമുക്കറിയാം, ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ വയറിന് ചെറിയൊരു എമ്പക്കം വരും. ചെറിയൊരു എമ്പക്കം, നീട്ടി വരുന്ന എമ്പക്കല്ല. ആ എമ്പക്കം വരുമ്പോൾ ശരീരം പറയണം, വയറ് പറയണം, മതി മതി മതി. നമ്മൾ തുടങ്ങിയിട്ട് പോലും ഉണ്ടാവില്ല ആ സമയത്ത്, അല്ലെ? സോ കാർബോഹൈഡ്രേറ്റ്. മൂന്നാമത്തതാണ് ഫാറ്റ്. ഫാറ്റ് നമ്മുടെ ശരീരത്തിൽ വേണം. തീരെ കുറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ വല്ലാണ്ട് മെലിഞ്ഞു പോകും. തലച്ചോറിന്റെ ഫംഗ്ഷനിൽ നല്ലൊരു ശതമാനം നടക്കുന്നത് കൊഴുപ്പിന്റെ സാന്നിധ്യത്തിലാണ്. ഇനി വല്ലാണ്ട് കൊഴുപ്പ് പറഞ്ഞാൽ ചില ആളുകൾ കവിള പൊട്ടിപ്പോണാണ്. ഫാറ്റ് അത്യാവശ്യം വേണം. എന്നാൽ നമ്മൾ മലയാളികളുടെ പ്രശ്നം അതൊന്നുമല്ല, ഫാറ്റ് കൂടുതലാണ്. ഇന്ന് വരെ കേരളത്തിൽ ഒരു ഡോക്ടറും ഒരു രോഗിയോടും പറയാത്ത ഒരു കാര്യമുണ്ട്, നിങ്ങൾ എല്ലാ ദിവസവും രാവിലെ ഒരു ഉഴുന്നുവട കഴിക്കണം, ഒരു പരിപ്പുവട കഴിക്കണം, അല്ലെങ്കിൽ ഒരു പഴംപൊരി കഴിക്കണം എന്ന് ഇന്ന് വരെ ഒരു ഡോക്ടർക്ക് നമ്മളോട് ആരോടും പറയേണ്ടി വന്നിട്ടില്ല. കാരണം നമ്മുടെ ശരീരത്തിൽ ഇഷ്ടം പോലെ ഫാറ്റാണ്. അപ്പൊ ഈ ഫാറ്റിന്റെ അളവ് കൂടുമ്പോൾ അത് ദൂരവ്യാപകമായ ദോഷഫലങ്ങൾ ഉണ്ടാക്കും. നമ്മൾ കഴിക്കുന്ന ഫാറ്റ് 2 തരത്തിലാണ് വരുന്നത്. ഒന്ന്, എണ്ണപ്പലഹാരങ്ങളിലൂടെ റീബോയിൽഡ് ഓയിലൂടെ വരുന്നു, അത് നമ്മുടെ ശരീരത്തിൽ ട്രാൻസ്ഫാറ്റി ആസിഡ് ഉണ്ടാക്കും. രണ്ടാമത് ഫാറ്റ് വരുന്നത് എങ്ങനെയാണ്? നോൺ വെജ് കഴിക്കുന്നതിലൂടെ. അപ്പൊ ഇതാണ് ഫാറ്റിന്റെ ഒരു കോമ്പോസിഷൻ. അത് ട്രാൻസ്ഫാറ്റ് ആയിട്ട് മാറുന്നു. അത് നമ്മുടെ ശരീരത്തിൽ വിസറൽ ഫാറ്റും അതുപോലെ സബ്ക്യൂട്ടീനിയസ് ഫാറ്റ് ആയിട്ട് മാറുന്നു. അത് നമുക്ക് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അതെല്ലാം 1 by 1 ആയിട്ട് നമ്മൾ ഈ സീരീസ് ഓഫ് ക്ലാസ്സിൽ നമ്മൾ പഠിക്കും. അപ്പോ അന്നജമായി, വെള്ളമായി, കൊഴുപ്പായി. കൊഴുപ്പ് വേണം ഏത് കേസിൽ? ചില വൈറ്റമിൻസ്, വൈറ്റമിൻ കെ, വൈറ്റമിൻ ഇ, വൈറ്റമിൻ ഡി, വൈറ്റമിൻ എയുടെ ഇതിന്റെ ദഹനവും ആഗിരണവും ഈ കൊഴുപ്പിന്റെ മീൻസ് കൊഴുപ്പിന്റെ സാന്നിധ്യത്തിലാണ് നടക്കുക, വൈറ്റമിൻ കെ ഒക്കെ. ഓക്കെ, സോ 7 എണ്ണത്തിൽ 3 എണ്ണം കഴിഞ്ഞു. ഈ 3 എണ്ണത്തിന്റെ പ്രത്യേകത, ഇത് കുറയുമ്പോൾ നമ്മുടെ ശരീരം എപ്പോഴും ആവശ്യപ്പെടും. ദാഹിച്ചാൽ നമ്മൾ വെള്ളം കുടിക്കും, ദാഹിച്ചാൽ നമ്മൾ വെള്ളം കുടിക്കും. എനിക്കിപ്പോ അല്പം ദാഹിക്കുന്നുണ്ട്, അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു? ഞാൻ എന്റെ വാട്ടർ ബോട്ടിൽ തുറന്നിട്ട് ഞാൻ അല്പം വെള്ളം, നിങ്ങൾക്കും കുടിക്കാം. അപ്പൊ ദാഹിച്ചാൽ നമ്മുടെ തൊണ്ട പറയും എനിക്ക് വെള്ളം തരുമെന്ന്. വിശന്നാൽ നമ്മുടെ വയറ് പറയും നമുക്ക് ഭക്ഷണം തരുമെന്ന്, അല്ലെ? വയറ് ആവശ്യപ്പെടും. വിശക്കുന്നു നമ്മൾ ഒരു ടെൻഡൻസി ഉണ്ട്. അപ്പൊ നമ്മൾ ഭക്ഷണം കഴിക്കാനുള്ള ഒരു സൗകര്യം ഉണ്ടാക്കും. പക്ഷെ നമ്മുടെ ശരീരത്തിൽ പ്രോട്ടീൻ കുറഞ്ഞാലോ, വൈറ്റമിൻസ് കുറഞ്ഞാലോ, മിനറൽസ് കുറഞ്ഞാലോ ശരീരം ഒരിക്കലും ആവശ്യപ്പെടില്ല. അത് എപ്പോഴും ഒരു രോഗമായിട്ട് മാറും. അപ്പോ വെള്ളമായി, കൊഴുപ്പായി, അന്നജമായി, ദീസ് 3 ആർ വെരി കോമൺ. എന്നാൽ അത്ര കോമൺ അല്ലാത്തതാണ് ഒന്ന് വൈറ്റമിൻസ്. വൈറ്റമിൻ എ കുറയുമ്പോൾ കണ്ണിന്റെ കാഴ്ചശക്തി കുറയും. വൈറ്റമിൻ എന് ഒരുപാട് ബെനിഫിറ്റുകളുണ്ട്. വൈറ്റമിൻ ബി കുറഞ്ഞാൽ B1, B2, B3, B6, B12 അങ്ങനെ കുറെ ഉണ്ട്. ബി കോംപ്ലക്സ് എന്ന് പറയും. മൾട്ടിപ്പിൾ ബെനിഫിറ്റ് ആണ് അത്. ദഹന സംബന്ധമായ പ്രശ്നങ്ങള്, അതുപോലെ തന്നെ നമ്മുടെ എനർജി ലെവല്, നമ്മുടെ ഇമ്മ്യൂണിറ്റി, കുറെ കാര്യങ്ങളെ സ്വാധീനിക്കുന്ന ഒന്നാണ് വൈറ്റമിൻ ബി. വൈറ്റമിൻ സി കുറയുമ്പോൾ ഇമ്മ്യൂണിറ്റി പവർ കുറയും. വൈറ്റമിൻ ഡി കുറയുമ്പോൾ എല്ലുകൾക്ക്, പല്ലുകൾക്ക്, തൈറോയിഡിനൊക്കെ പ്രശ്നം വരും. ഇന്ന് ഈ പ്രശ്നം മാത്രമേ ഉള്ളൂ നമ്മുടെ നാട്ടില്. ഈ ലേറ്റസ്റ്റ് ഒരു സർവേ പറയുന്നത് എറണാകുളം ജില്ലയിൽ മാത്രം 52% ആളുകൾ തൈറോയ്ഡ് പേഷ്യൻസ് ആണ്. അവർക്ക് അറിയില്ല. 90% ആളുകൾക്ക് അറിയില്ല അങ്ങനെ തൈറോയിഡിന്റെ പ്രശ്നം ഉണ്ടെന്നുള്ളത്.
അപ്പോൾ നമ്മുടെ ജീവിത രീതി, നമ്മുടെ ഭക്ഷണ രീതി എല്ലാം മാറിയപ്പോൾ ഒരുപാട് അസുഖങ്ങൾ നമ്മൾ അറിയാതെ തന്നെ ഓടിക്കേറി വരികയാണ്. വൈറ്റമിൻസ്, വൈറ്റമിൻ സി ആയി, വൈറ്റമിൻ ഡി, വൈറ്റമിൻ ഇ കുറയുമ്പോൾ വൈറ്റമിൻ ഇ ബ്യൂട്ടി വൈറ്റമിൻ എന്നാണ് അറിയപ്പെടുന്നത്. വൈറ്റമിൻ ഇ കുറഞ്ഞാൽ തൊലിയൊക്കെ പെട്ടെന്ന് ചുളിയും, തൊലി പെട്ടെന്ന് ചുളിയും. ഒരാളുടെ കണ്ടു കഴിഞ്ഞാൽ പ്രായം നമ്മൾ ചോദിക്കുമ്പോൾ 30 വയസ്സുള്ള ആളെ കണ്ട് 50 തോന്നിക്കും. കാരണം വൈറ്റമിൻ ഇയുടെ കുറവാണ്. പിന്നെ യങ് ആയിട്ട് നിലനിർത്താൻ നമ്മൾ ഏറ്റവും സഹായിക്കുന്നതാണ് വൈറ്റമിൻ ഇ. മൾട്ടിപ്പിൾ ബെനിഫിറ്റ് ഉണ്ട്. ഒരു പോഷകത്തിന് ഒരു ഗുണമല്ല, പല ഗുണങ്ങളുണ്ട്. അതിൽ മെയിൻ ആയിട്ട് മാത്രമേ നമ്മളിവിടെ പറയുന്നത്. അപ്പോൾ വൈറ്റമിൻ കെ കുറയുമ്പോൾ നമ്മുടെ ശരീരത്തിൽ എവിടെയെങ്കിലും ഒരു മുറിവുണ്ടായി കഴിഞ്ഞാൽ മുറിവിലൂടെ കണ്ടിന്യൂസ് ആയിട്ട് ബ്ലഡ് പോയിക്കൊണ്ടിരിക്കും. അപ്പൊ ബ്ലഡ് ക്ലോട്ട് ചെയ്യാൻ സഹായിക്കുന്നതാണ് വൈറ്റമിൻ കെ. അപ്പോൾ ഇത് വൈറ്റമിൻസിന്റെ കുറവ് ശരീരം ഒരിക്കലും ആവശ്യപ്പെടില്ല. അതുപോലെ പ്രധാനപ്പെട്ട ഒന്നാണ് എന്ത്, മിനറൽസ്. അയൺ കുറയുമ്പോൾ വിളർച്ച, അനീമിയ. നമ്മുടെ നാട്ടിലെ നല്ലൊരു ശതമാനം സ്ത്രീകൾക്കും നല്ലൊരു ശതമാനം ആളുകൾക്കും അനീമിയ ഉണ്ട്. വൈറ്റമിൻ മിനറൽസിൽ അയൺ. കാൽഷ്യം കുറയുമ്പോൾ എല്ലിന്റെ എല്ലാ പ്രശ്നങ്ങളും ബേസിക് റീസൺ കാൽഷ്യത്തിന്റെ അഭാവമാണ്. എല്ല് തേയ്മാനം, അല്ലെ, മുട്ടുവേദന, പുറം വേദന, നടുവേദന, ഇടുപ്പ് വേദന, അങ്ങനെ ഇഷ്ടംപോലെ വേദനകളുണ്ട്. ഇതിന്റെ എല്ലാം നമ്പർ 1 റീസൺ എന്താണ്? കാൽഷ്യത്തിന്റെ ഡെഫിഷ്യൻസിയാണ്. അത് വേറെയും പല ഘടകങ്ങൾ ഉണ്ടാക്കാൻ നമ്മൾ ഇതിന്റെ സീരീസ് ഓഫ് പ്രോഗ്രാമിൽ കാണിച്ചു തരാം. അപ്പോൾ വൈറ്റമിൻസ്, മിനറൽസ്, പിന്നെ കാൽഷ്യം, മഗ്നീഷ്യം കുറയുമ്പോൾ കൈകാൽ കഴപ്പ്, തരിപ്പ്, മരവിപ്പ്, മസിൽ കയറ്റം, അങ്ങനെ കുറെ പ്രശ്നങ്ങൾ. മാഗ്നീസ് കുറയുമ്പോൾ എല്ലുകൾ വളയും, ചില ഭാഗങ്ങളിൽ എല്ലുകൾ അമിതമായിട്ട് വളരും. അതുപോലെ സിങ്ക് കുറയുമ്പോൾ, സിങ്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ന്യൂട്രിയന്റ് ആണ്. സിങ്ക് കുറയുമ്പോൾ പ്രത്യേകിച്ച് സംഭവിക്കുന്നത്, ഒരു സ്ത്രീയുടെ ശരീരത്തിൽ സിങ്ക് കുറഞ്ഞാൽ, സിങ്ക് ഏറ്റവും നല്ലൊരു ഇമ്മ്യൂണിറ്റി ബൂസ്റ്റർ ആണ്, അതിൽ സംശയമൊന്നുമില്ല. മുടിയൊഴിച്ചിലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം, 10-16ഓളം കാരണങ്ങൾ ഉണ്ടായാലും ഒരു പ്രധാനപ്പെട്ട ഒരു കാരണമാണ് എന്തിന്റെ കുറവ്? സിങ്കിന്റെ കുറവ്. ഒരു കൊച്ചുകുട്ടിയുടെ ശരീരത്തിൽ സിങ്ക് കുറഞ്ഞാൽ കുട്ടി എല്ലാ കാര്യങ്ങളിലും സ്ലോ ആൻഡ് സ്ലഗിഷ് ആയിരിക്കും. പഠന കാര്യത്തിലും മറ്റ് ആക്ടിവിറ്റീസിലും കുട്ടി വളരെ പതുക്കെയാണെങ്കിൽ അതിന്റെ കാരണം കുട്ടിയുടെ ശരീരത്തിൽ സിങ്ക് കുറയുന്നതാണ്. ഇത് ഒരു പ്രായം ചെന്നൊരു പുരുഷന്റെ ശരീരത്തിൽ സിങ്ക് കുറഞ്ഞാലോ അയാൾക്ക് പ്രോസ്റ്റേറ്റ് സംബന്ധമായ ഇഷ്യൂസ് ഉണ്ടാവും. അതൊരു ചെറുപ്പക്കാരന്റെ ശരീരത്തിൽ കുറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് കുട്ടികൾ ഉണ്ടാവാനുള്ള സാധ്യത കുറയും. കാരണം കൗണ്ട്, ബീജാണുക്കൾ എണ്ണം കൂട്ടാനും ചലനശേഷി കൂട്ടാനും സഹായിക്കുന്നതാണ് ബേസിക്കലി സിങ്ക്. ഇത് നാച്ചുറൽ ആയിട്ട് കിട്ടുന്ന ഒരു ഭക്ഷ്യവസ്തുവാണ് ബീൻസ്. എത്ര പേര് റെഗുലർലി ബീൻസ് കഴിക്കും? വെരി റയർ, വെരി 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 റയർ, അല്ലെ? നമ്മൾ കടയിൽ പോയിട്ട് പച്ചക്കറി വാങ്ങിക്കാൻ പോകുമ്പോൾ കൊള്ളാവുന്ന ഇളം തളിര് ബീൻസ് കണ്ടാൽ ചിലർ വാങ്ങിക്കും, ചിലർ വാങ്ങിക്കാതിരിക്കും. വീട്ടിൽ കൊണ്ടുവന്ന് കറി വെച്ചാൽ, തോരൻ വെച്ചാൽ ചിലർ കഴിക്കും, ചിലർ കഴിക്കാതിരിക്കും. ഭക്ഷണം കഴിക്കുമ്പോൾ നിറം, മണം, രുചി മാത്രം നോക്കി ഭക്ഷണം കഴിക്കുന്നവരാണ് അൺഫോർച്ചുനേറ്റ്ലി നമ്മളിൽ 99% ആളുകൾ. അപ്പൊ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നമ്മുടെ ശരീരമായിട്ട് മാറണമെങ്കിൽ ഈ പറഞ്ഞ പോഷകങ്ങളൊക്കെ വേണം. അപ്പൊ വൈറ്റമിൻസ് ആയി, മിനറൽസ് ആയി. പിന്നെയുള്ളതാണ് ഫൈബർ. ഫൈബർ നമുക്ക് കിട്ടുന്നത് വേവിക്കാത്ത ഭക്ഷണത്തിൽ നിന്നാണ്. പഴങ്ങള്, പച്ചയായ പച്ചക്കറികള്, പഴവർഗ്ഗങ്ങൾ, മുളപ്പിച്ച ധാന്യങ്ങള്, കരിക്ക്, തവിടെണ്ണ, അതിലൊക്കെ ധാരാളം ഫൈബർ ഉണ്ട്. 3 പ്രധാനപ്പെട്ട ഗുണങ്ങളാണ് ഫൈബറിനുള്ളത്. 1, നമ്മുടെ ഫാറ്റ് കുറയ്ക്കും. 2, ദഹനം നന്നാക്കും. 3, നമ്മുടെ ഇമ്മ്യൂണിറ്റി പവർ കൂട്ടും. ഇപ്പൊ എന്ത് ചെയ്യണം? ഫൈബറുള്ള ഭക്ഷണം കഴിക്കാൻ എല്ലാ ദിവസവും ഭക്ഷണത്തിന്റെ കൂടെ ചോറ് കഴിക്കുമ്പോൾ, ചപ്പാത്തി കഴിക്കുമ്പോൾ, കിഴങ്ങ് വർഗ്ഗങ്ങൾ കഴിക്കുമ്പോൾ അതിന്റെ കൂടെ കുറച്ച് വേവിക്കാത്ത പച്ചക്കറി. ഇത് നോർത്ത് ഇന്ത്യയിലൊക്കെ മുഴുവനുണ്ട്, പാശ്ചാത്യ നാടുകളിൽ എല്ലായിടത്തും ഉണ്ട്. അതുകൊണ്ട് അവർക്ക് അസുഖങ്ങൾ കുറവാണ്. ഇതൊന്നും കഴിക്കാത്ത നമ്മൾക്ക് എന്നും അസുഖങ്ങളാണ്. ഓക്കെ, അപ്പോ ഇതിനൊരു എളുപ്പവഴി ഞാൻ പറഞ്ഞുതരാം. ഭക്ഷണം കഴിക്കാനിരിക്കുന്ന സമയത്ത് ഭക്ഷണം കഴിക്കുന്ന പാത്രത്തിന്റെ 1/3 ചോറ് അല്ലെങ്കിൽ ചപ്പാത്തി, കാർബോഹൈഡ്രേറ്റ്, 1/3 കറികൾ, 1/3 വേവിക്കാത്ത പച്ചക്കറി. ഈ ഒരു ശീലം നമ്മൾ കൊണ്ടുവന്നാൽ ഇതെല്ലാ പ്രശ്നങ്ങളും മാറും. ഒന്ന് ട്രൈ നോക്കൂ. ഇന്നൊരു നല്ല ദിവസമാണ്. ഒരു പുതിയൊരു സംരംഭം നമ്മൾ തുടങ്ങുകയാണ്. അത് ആദ്യം നമ്മളിൽ തന്നെ പരീക്ഷിക്കും. ഇന്ന് ഇത് കഴിഞ്ഞിട്ടായിരിക്കും നിങ്ങൾ ഭൂരിപക്ഷം ആളുകളും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പാടുന്നത്. ഒരു കഷ്ണം കക്കിരി, ഒരു കഷ്ണം ക്യാരറ്റ്, ഒരു തക്കാളി, അധികം മൂക്കാത്ത ഒരു വെണ്ടക്കായ. വെണ്ടക്കായ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗുണം നമ്മുടെ ശരീരത്തിലെ ഹോർമോൺ ഇംബാലൻസിനെ മുഴുവൻ കറക്റ്റ് ചെയ്യാൻ സഹായിക്കുന്നതാണ് വെണ്ടക്കായ. പണ്ട് കാലത്ത് കുട്ടികളില്ലാത്ത ദമ്പതികൾക്ക് മുതിർന്ന മീൻസ് വീട്ടിലെ അച്ചാച്ചനും അച്ചമ്മയും ഒക്കെ പറഞ്ഞു കൊടുക്കുന്ന കാര്യം, ഒരു ഡെയിലി ഒരു 4-5 വെണ്ടക്കായ പച്ചയ്ക്ക് അധികം മൂക്കാത്ത കഴിക്കാൻ പറയും. ഹോർമോൺ ഇംബാലൻസിന് ഏറ്റവും നല്ലതാണ്. ഓക്കെ, സോ അതിലുള്ള കൊഴുപ്പ് അതിന് ഒരുപാട് ഗുണം ചെയ്യുന്നതാണ്. അപ്പോ മിനറൽസ് ആയി, ദെൻ ഫൈബർ ആയി, ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മൾ ഒട്ടും ശ്രദ്ധിക്കാത്തതായ ഒന്നാണ് പ്രോട്ടീൻ. പ്രോട്ടീൻ, വൈറ്റമിൻസ്, മിനറൽസ്, ഫൈബർ. പ്രോട്ടീൻ നമ്മുടെ ശരീരത്തിന്റെ ബോഡി ബിൽഡിംഗ് ബ്ലോക്ക് ആണ്. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ അടുത്ത സ്ലൈഡ് രൂപത്തിൽ കാണും. അപ്പൊ ഞാനത് വളരെ പെട്ടെന്ന് സ്കിപ്പ് ചെയ്തു പോകും. പ്രോട്ടീൻ നമ്മുടെ ശരീരത്തിന്റെ ബോഡി ബിൽഡിംഗ് ബ്ലോക്ക് ആണ്. ഒരു കെട്ടിടം നിർമ്മിക്കുന്നത് ഇഷ്ടിക കൊണ്ടാണെങ്കിൽ മണ്ണ് കൊണ്ട് ഇഷ്ടിക ഉണ്ടാക്കുന്നു, ഇഷ്ടിക കൊണ്ട് ചുമരുണ്ടാക്കുന്നു, ചുമര് കൊണ്ട് വീടുണ്ടാക്കുന്നു. അപ്പൊ വീടിന്റെ അടിസ്ഥാന ഘടകം എന്താണ്? മണ്ണ്. ആ മണ്ണിന്റെ ക്വാളിറ്റിയാണ് ഇഷ്ടികയുടെ ക്വാളിറ്റി, ഇഷ്ടികയുടെ ക്വാളിറ്റിയാണ് ചുമരിന്റെ ക്വാളിറ്റി, ചുമരിന്റെ ക്വാളിറ്റിയാണ് കെട്ടിടത്തിന്റെ ക്വാളിറ്റി അല്ലെങ്കിൽ അതിന്റെ ലൈഫ്. ഇതേപോലെയാണ്
നമ്മുടെ ശരീരത്തിലെ പ്രോട്ടീന്റെ ഡെഫിഷ്യൻസി, പ്രോട്ടീൻ നമ്മുടെ ശരീരത്തിൽ ഓരോ കിലോ ശരീരഭാരത്തിന് 1 ഗ്രാം പ്രോട്ടീൻ നമ്മുടെ ശരീരത്തിൽ കിട്ടണം. പ്രോട്ടീനിന്റെ ധാരാളം സോഴ്സുകളുണ്ട്. ജന്തുജന്യ വിഭവങ്ങൾ മുഴുവൻ പ്രോട്ടീൻ തരുന്നതാണ്. പക്ഷെ നമ്മുടെ ബോഡിക്ക് അതിനെ 100% അബ്സോർബ് ചെയ്യാനോ അസിമുലേറ്റ് ചെയ്യാനോ സാധിക്കില്ല. പ്രോട്ടീൻ നമ്മുടെ ശരീരത്തിൽ ഇല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിലെ സെല്ലുകൾ വീക്കാവും. സെല്ലുകൾ വീക്കാവുമ്പോൾ അവയവങ്ങൾ വീക്കാവും. അവയവങ്ങൾ വീക്കുമ്പോൾ ശരീരം മൊത്തം വീക്കാവും, അല്ലെ? ശരീരത്തിന്റെ ബോഡി ബിൽഡിംഗ് ബ്ലോക്ക് ആണ് പ്രോട്ടീൻ. അതിന്റെ ഡെഫിഷ്യൻസി ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അത് വളരെ വിശദമായിട്ട് നമ്മൾ വരുന്ന ക്ലാസ്സുകളിൽ പറയും. ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണം നമുക്ക് ലോ എനർജി ആയിരിക്കും. എപ്പോഴും ഒരാൾ വയ്യ എന്ന് പറയുന്നു, ഉഷാറില്ല, അങ്ങനെ എപ്പോഴും ഉറക്കം തൂങ്ങിയിരിക്കുക, ഒരു ഡിപ്രസീവ് മോഡിൽ വരിക, മുടി അകാലത്തിൽ നരയ്ക്കുക, മുടിക്ക് ജീവനില്ലാത്ത മുടി ഉണ്ടാവുക, നഖം പൊട്ടിപ്പോവുക, സ്കിൻ എപ്പോഴും ഡ്രൈ ആയിട്ടിരിക്കുക, ശരീരത്തിൽ എപ്പോഴും ഒരു ഉണങ്ങാത്ത മുറിവുണ്ടാവുക, അതായത് എന്തൊക്കെ ചെയ്താലും മുറിവ് ഉണങ്ങുന്നില്ല, ഇങ്ങനെ കുറെ ലക്ഷണങ്ങൾ കാണിക്കും. എന്ത്? നമ്മുടെ ശരീരത്തില് ഈ പറയുന്ന പ്രോട്ടീൻ കുറവുണ്ട്. അപ്പൊ പ്രോട്ടീൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആ പ്രോട്ടീന്റെ ഡെഫിഷ്യൻസി കൊണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അപ്പോൾ ബേസിക്കലി ഇറ്റ് വിൽ ഗിവ് യു എനർജി. നമുക്ക് ഇഷ്ടംപോലെ പ്രോട്ടീൻ ഉണ്ട്. അതിന്റെ എല്ലാത്തിനെ കുറിച്ചും 1 by 1 ആയിട്ട് വരുന്ന ക്ലാസ്സുകളിൽ നമ്മൾ പഠിക്കും. പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് പഠിക്കാം. അപ്പോൾ ഈ 7 കാര്യങ്ങളിൽ 4 എണ്ണം, അത് പ്രോട്ടീൻ, വൈറ്റമിൻസ്, മിനറൽസ് ആൻഡ് ഫൈബർ, ഈ 4 കാര്യങ്ങളിലെ കുറവാണ് നമ്മുടെ ശരീരത്തിൽ 70% രോഗങ്ങൾ ഉണ്ടാക്കുന്നത്. അപ്പൊ ഈ 4 കാര്യങ്ങൾ നമ്മൾ ഇൻപുട്ട് ചെയ്താലോ പ്രശ്നങ്ങളൊക്കെ മാറും. ഇത്രയേ ഉള്ളൂ. എൻ്റെ അടുത്ത് വരുന്ന ധാരാളം പേഷ്യൻസ് ഉണ്ട്. 10, 20, 30 പേഷ്യൻസ് ആവറേജ് ഒരു ദിവസം വിളിക്കുകയോ നേരിട്ട് കാണുകയോ ചെയ്യാറുണ്ട്. ഞാൻ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് അവർ ഫോളോ ചെയ്ത് ഈ 7 കാര്യങ്ങളെ ബോഡിയിൽ കറക്റ്റ് ചെയ്താൽ 90% അസുഖങ്ങളും മാറുന്നുണ്ട്. എല്ലാ രോഗങ്ങളെയും നമുക്ക് മാറ്റാൻ പറ്റില്ല, പക്ഷെ എല്ലാ രോഗങ്ങളെയും നമുക്ക് മാറ്റാം, പക്ഷെ എല്ലാ രോഗികളെയും സുഖപ്പെടുത്താൻ പറ്റില്ല. കാരണം ഒരു രോഗം മാറുന്നത് 5 കാര്യങ്ങളെ ആശ്രയിച്ചാണ്. 1 രോഗിയുടെ പ്രായം, 2 രോഗത്തിന്റെ പഴക്കം, 3 രോഗി കഴിച്ച മറ്റ് അലോപ്പതി മരുന്നുകളുടെ അളവ്, 4 രോഗിയുടെ ശരീരത്തിൽ അവശേഷിക്കുന്ന ജീവശക്തി, 5 രോഗിക്ക് മരുന്നിൽ അല്ലെങ്കിൽ ഡോക്ടറിൽ അല്ലെങ്കിൽ സിസ്റ്റത്തിലുള്ള വിശ്വാസം. ഈ 5 കാര്യങ്ങളും ഈക്വലി ഇമ്പോർട്ടന്റ് ആണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അവസാനത്തത്. ഒരു കസ്റ്റമർക്ക് വിശ്വാസം കൊടുക്കണമെങ്കിൽ എന്ത് വേണം? നമ്മളിത് കറക്റ്റ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യണം. എന്ത് പറയണം, എങ്ങനെ പറയണം, എപ്പോ പറയണം, എത്രത്തോളം പറയണം, അത് പറഞ്ഞാൽ അവർക്ക് എന്ത് കിട്ടും എന്നുള്ള ഒരു കസ്റ്റമറെ, ഒരു പുതിയ വ്യക്തിയെ ബോധ്യപ്പെടുത്തി കൊടുത്താൽ ഐ ആം ഡെഡ് ഷുവർ ദാറ്റ് എവരിബഡി വിൽ ബൈ. നിങ്ങളുടെ മുന്നിൽ വരുന്ന സർവ്വ വ്യക്തികൾക്കും ഈ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കാനും പ്രൊമോട്ട് ചെയ്യാനും പറ്റും. അതിലൂടെ അവരും നന്നാവും, ഒപ്പം നമ്മളും. ഓക്കെ, അതിനു വേണ്ടിയിട്ടാണ് ന്യൂട്രി എക്സ്പെർട്ട് ടീം എന്ന് പറയുന്ന ഗ്രൂപ്പ് ഉണ്ടാക്കിയിരിക്കുന്നത്. അല്ലാതെ ഒരു കാഷ്വൽ ആയിട്ട് വെറുതെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി എല്ലാവരും ആഡ് ചെയ്തിരിക്കുന്നില്ല. പഠിക്കുക. കാരണം ദ മോർ യു ലേൺ ദ മോർ യു ക്യാൻ. അത് ബിസിനസ് ആയിക്കോട്ടെ, ഏത് മേഖലയിലായിക്കോട്ടെ, നല്ലപോലെ പഠിച്ചത് പ്രാബല്യത്തിൽ കൊണ്ടുവന്നാൽ നമുക്ക് ആ റിസൾട്ട് കിട്ടും. സോ ദിസ് 7 ന്യൂട്രിയൻസ് വെരി വെരി ഇമ്പോർട്ടന്റ്. ഇത് ഒരു കസ്റ്റമർക്ക് മനസ്സിലാക്കി കൊടുത്താൽ, വിത്തിൻ ദ അവൈലബിൾ ടൈം റിസോഴ്സ് നിങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ സാധിച്ചാൽ ആരും നോ പറയില്ല. ശരിയാണെന്ന് അവരൊക്കെ സമ്മതിക്കും. ഓക്കെ, ദെൻ വിശന്നാൽ നമ്മൾ ഭക്ഷണം കഴിക്കും, പറഞ്ഞു. ദാഹിച്ചാൽ നമ്മൾ വെള്ളം കുടിക്കും. ചില ആളുകൾ ഇതും കുടിക്കും. ഇത് കുടിച്ചാൽ നമുക്ക് ബോണസായിട്ട് കിട്ടുന്ന രോഗമുണ്ട്, ലുക്കീമിയ. എൻ്റെ അടുത്ത് വന്ന, പ്രത്യേകിച്ച് ബ്ലഡ് ക്യാൻസർ വന്ന പേഷ്യൻസിൽ ഏറ്റവും കൂടുതൽ ഞാൻ കണ്ട ഒരു കോമൺ ഫാക്ടർ, അവരെല്ലാം ഈ പറഞ്ഞ ദ്രാവകം കുടിക്കുന്നവരായിരുന്നു. സോ എനിക്കറിയാം, വളരെ ഹൈഫൈ ആളുകൾ അവർ ഭക്ഷണം കഴിക്കുമ്പോൾ കൂടെ ഇത്തരത്തിലുള്ള സോഫ്റ്റ് ഡ്രിങ്കുകൾ കഴിക്കാറുണ്ട്. നിങ്ങൾ അറിഞ്ഞുകൊണ്ട് ക്യാൻസർ കൊണ്ടുവരികയാണ്. എന്റെ റെക്കോർഡ് ഞാൻ സൂക്ഷിച്ചിട്ടുണ്ട്. സോ ഡു നോട്ട് ടച്ച് ഇറ്റ്. കാരണം ഈ ഒരു സോഫ്റ്റ് ഡ്രിങ്കിൽ ഒന്ന് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്, നമ്മുടെ ബോഡിക്ക് ഒരിക്കലും വേണ്ടാത്തതാണ്. രണ്ടാമത്തത് പഞ്ചസാര അതിലിങ്ങനെ ലയിപ്പിച്ചിരിക്കുകയാണ്, അല്ലെ? അപ്പോ നമ്മുടെ എല്ലുകളെ മൊത്തം നശിപ്പിക്കുന്ന ഒരു വസ്തുവാണ് ഇത്. പ്ലസ് ബോണസ് ആയിട്ട് നമുക്ക് കിട്ടും ക്യാൻസർ. സോ ബെറ്റർ ടു അവോയ്ഡ്. കാരണം അവയർനെസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ ഞാൻ ഇത് പറഞ്ഞ കാര്യം തന്നെയാണ്. പ്രോട്ടീനും വൈറ്റമിൻസും മിനറൽസും ഫൈബറും കുറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ഒരിക്കലും ശരീരം ആവശ്യപ്പെടില്ല. അതെപ്പോഴും നമുക്ക് ചില ബോഡിയിൽ അതിൻ്റെ ഒരു ഇൻഡിക്കേഷൻ തരും. 3 ചിത്രങ്ങൾ. ശരിയായ പോഷണം കഴിക്കുന്ന ഒരു വ്യക്തി, വല്ലപ്പോഴും മോഡറേറ്റ് ലെവലിൽ കഴിക്കുന്ന ഒരാൾ, തീരെ കഴിക്കാത്ത ഒരാൾ, ആരാവണമെന്ന് നിങ്ങൾക്ക് സ്വയം തീരുമാനിക്കാം, അല്ലേ? ജീവിതത്തിൽ ഒരിക്കലും പോലും സന്തോഷമില്ലാത്ത ഒരു മുഖം നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ മനുഷ്യന്റെ ലൈഫ്, ഈ മുഖം കാണുന്നത് നമ്മുടെ സന്തോഷം നഷ്ടപ്പെടുക ചെയ്യുന്നത്. ഇങ്ങനൊരു അവസ്ഥ നമുക്ക് വരാതിരിക്കട്ടെ. പാർക്കിൻസൺസ് എന്ന രോഗം സന്തോഷമല്ലേ? അപ്പൊ ഇത്തരം രോഗികൾക്ക് നമ്മൾ കൊടുക്കുന്ന, നമ്മളല്ല, അലോപ്പതിയിൽ കൊടുക്കുന്ന മരുന്നുണ്ട്, കൃത്രിമമായിട്ട് സന്തോഷം ഉണ്ടാക്കാവുന്ന സിൻഡോപ്പ, സിന്തറ്റിക് ഡോപ്പമൈൻ. ഒരുപാട് മരുന്ന് കഴിക്കുന്നുണ്ട്. ഈ മരുന്നുകൾ ലോകത്തിൽ നിന്ന് കഴിഞ്ഞ 18 വർഷമായിട്ട് ഞാൻ വിട്ടു നിൽക്കുകയാണ്. നോ ഡോക്ടർ, നോ ഹോസ്പിറ്റൽ, നോ മെഡിക്കൽ എക്സ്പെൻസ് എന്ന് പറയുന്ന ഒരു പോളിസിയിലൂടെ ഹൗ ടു ലീവ് വിത്തൗട്ട് മെഡിസിൻ എന്നൊരു ആശയത്തെ ഒരുപാട് ആളുകളിലേക്ക് എത്തിക്കാനുള്ള ഒരു ശ്രമത്തിന്റെ ഫലമായിട്ടാണ് ഞാൻ RCMൽ സജീവമാകുന്നത്. നിങ്ങൾക്കും വരാം.
നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വലിയ ദൗത്യത്തിലേക്ക് വരാം. ഓക്കെ. എപ്പോഴും ലോ ഇമ്മ്യൂണിറ്റി. എന്താ കാരണം? വേണ്ട പോഷകങ്ങളൊന്നും കിട്ടുന്നില്ല. ദെൻ ജീവിതം തന്നെ ഒരു തലവേദന. ചെറുപ്പക്കാരനാണ് ഇരിക്കുന്നത് ആശുപത്രി കിടക്കയില്. ആദ്യം ഇരിക്കും, പിന്നീട് കിടക്കും, പിന്നീട് എന്ത് സംഭവിക്കും നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരു രോഗം വന്ന് ചെറിയൊരു ചികിത്സയ്ക്ക് പോയ ഒരാള് പിന്നീട് വലിയ രോഗമായിട്ട് തിരിച്ചു വരും, വീണ്ടും വലിയ രോഗത്തിന് ചികിത്സ നടത്തും, പിന്നെ അവസാനം വരാണ്ടാവും. 26% ആളുകൾ ഇന്ത്യയിൽ മരിക്കാനുള്ള കാരണം ഹൃദ്രോഗം അതുമായി ബന്ധപ്പെട്ട് വരുന്ന പ്രശ്നങ്ങളോ ആണെങ്കിൽ, കൊറോണയ്ക്ക് മുന്നത്തെ കണക്കാണത്. ഇത് കഷ്ടിച്ച് 33 ആയിട്ടുണ്ട്. 2025 ഒരു കൊല്ലം കൂടി കഴിയുമ്പോൾ 50 ആവുമെന്നാണ് പുതിയ കണക്കുകൾ. കാരണം ആ ട്രെൻഡ് അങ്ങനെയാണ് കാണിക്കുന്നത്. നമുക്കത് വരാതിരിക്കട്ടെ. എന്തുകൊണ്ട് ഇത് വരുന്നു എന്നുള്ളതിന് കാര്യകാരണങ്ങളൊക്കെ നമുക്ക് വരുന്ന ക്ലാസ്സുകളിൽ പഠിക്കാം. ഈ 7 പോഷകങ്ങളും കൃത്യമായി കഴിക്കുക എന്നുള്ളത് നല്ല കാര്യം. പക്ഷെ കഴിച്ചാൽ മാത്രം പോരാ, നമ്മുടെ ബോഡിക്ക് അതിനെ അബ്സോർബ് ചെയ്യാൻ പറ്റണം. ഇപ്പോ ഒരു 60 കിലോ ശരീരഭാരമുള്ള ഒരാൾ മിനിമം 60 ഗ്രാം പ്രോട്ടീൻ ഭക്ഷണത്തിലൂടെ കഴിക്കണം എന്നൊരു കണക്കുണ്ട്. ഓരോ കിലോ ശരീരഭാരത്തിന് മിനിമം 1 ഗ്രാം പ്രോട്ടീൻ. അത് കിട്ടണമെന്നുണ്ടെങ്കിൽ മിനിമം 10 ഗ്ലാസ് പാല് കുടിക്കണം. 10 ഗ്ലാസ് പാല് പോയിട്ട് 1 ഗ്ലാസ് പാല് പോലും കുടിക്കാത്ത ആളുകളാണ് എന്റെ മുന്നിലിരിക്കുന്ന നല്ലൊരു ശതമാനം ആളുകൾ. ഒന്നാമത് കിട്ടുന്ന പാല് സിന്തറ്റിക് മിൽക്കാണ്, പശുവില്ലാതെ ഉണ്ടാക്കുന്ന പാല്, അല്ലേ? പിന്നെ മാത്രമല്ല അത് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബോഡിക്ക് തന്നെ അബ്സോർബ് ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ ഒരു 10-30 ചപ്പാത്തി കഴിച്ചാൽ മതി. 3-4 ചപ്പാത്തി കഴിക്കുന്നവരാണ് ഭൂരിപക്ഷം പേരും. ഇത്രയും കഴിച്ചു കഴിഞ്ഞാൽ അത്രയും പ്രോട്ടീൻ കിട്ടും. പക്ഷെ കഴിച്ചു കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താണ്? നമ്മുടെ ബോഡിക്ക് തന്നെ അബ്സോർബ് ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ 15-20 മുതൽ ബൗൾ ദാല്, പരിപ്പ് കറി കഴിച്ചാൽ മതി, ഇഷ്ടംപോലെ പ്രോട്ടീൻ കിട്ടും. പക്ഷെ ഇതൊന്നും പ്രാക്ടിക്കൽ അല്ല. അല്ലെങ്കിൽ ഒരു 250 ഗ്രാം അൽമണ്ട് ബദാം കഴിച്ചാൽ മതി. ഇത് കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. കഴിച്ചു കഴിഞ്ഞാലുള്ള പ്രശ്നമാണ് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. മാത്രമല്ല ബോഡിക്ക് അതിനെ അബ്സോർബ് ചെയ്യാൻ പറ്റില്ല. മോറോവർ ഇറ്റ് ഇസ് വെരി വെരി കോസ്റ്റ്ലി. അപ്പൊ ഇത് കഴിച്ചാൽ നമ്മുടെ ബോഡി അബ്സോർബ് ചെയ്തില്ലെങ്കിൽ അത് കൂടുതൽ കോംപ്ലിക്കേഷൻ ഉണ്ടാകും, അല്ലെ? അതിനുള്ള ഒരു സിംഗിൾ സൊല്യൂഷൻ ആണ് എന്ത്? ന്യൂട്രിചാർജ്. ദ മാജിക് ഓഫ് ന്യൂട്രീഷൻ സയൻസ്. എന്താണത്? ഒരു തക്കാളി കഴിക്കുക എന്നുള്ളത് വെരി സിമ്പിൾ. ഒരു തക്കാളി കഴിച്ചാൽ നിങ്ങൾ തക്കാളി പോലെയാവുന്ന ഒരു ചൊല്ലുണ്ട്. പക്ഷെ നമ്മൾ കഴിക്കുന്നത് തക്കാളിയല്ല, മറ്റു പല സാധനങ്ങളാണ്, അല്ലെ? ചൈനക്കാരുടെ ചൊല്ലാണ് നിങ്ങളൊരു തക്കാളി തിന്നാൽ നിങ്ങളൊരു തക്കാളി പോലെയാവുമെങ്കിൽ നമ്മൾ പോത്തിനെ തിന്നാൽ പോത്ത് പോലെയാവും. എന്താണോ നമ്മൾ കഴിക്കുന്ന ആ ഭക്ഷണമാണ് കൺവെർട്ടായിട്ട് നമ്മുടെ ശരീരമായിട്ട് മാറുന്നത്. ആ സ്വഭാവം നമ്മൾ കാണിക്കും. ഓക്കെ, ഈറ്റിംഗ് ടൊമാറ്റോ ഇസ് വെരി നോർമൽ. എന്നാൽ അതുകൊണ്ട് ഒരു ഫുഡ് ടെക്നോളജി ഉപയോഗിച്ചിട്ട് ഒരു കെച്ചപ്പ് ഉണ്ടാക്കുന്നത്, ഒരു പേസ്റ്റ് ഉണ്ടാക്കുന്നത് എന്താണ്? അത് ഫുഡ് ടെക്നോളജിയാണ്. എന്നാൽ അതിലടങ്ങിയിട്ടുള്ള ലിക്കോപ്പിൻ എന്ന് പറയുന്ന ആന്റി ഓക്സിഡന്റ് വേർതിരിച്ചെടുക്കുന്ന സംവിധാനത്തിന് നമ്മൾ പറയുന്നതാണ് ന്യൂട്രീഷൻ സയൻസ്. ഓക്കെ, ലിക്കോപ്പിന് ഒരുപാട് ബെനിഫിറ്റ് ഉണ്ട്. വരും ക്ലാസ്സിൽ നമ്മൾ പഠിക്കും. നമ്മുടെ സ്കിന്നിന് നാച്ചുറൽ ആയിട്ട് കളർ കിട്ടാനും ഈവൻ ക്യാൻസറിനെ വരെ പ്രതിരോധിക്കാനും ഇമ്മ്യൂണിറ്റി പവർ കൂട്ടാനും സഹായിക്കുന്ന എ പവർഫുൾ ആന്റി ഓക്സിഡന്റ് ആണ് ലിക്കോപ്പിൻ. ഇപ്പൊ തക്കാളി കഴിച്ചാൽ മുഴുവൻ അത് ദഹിക്കണം എന്നില്ല. ഇനി ദഹിച്ചാൽ തന്നെ അത് ശരീരം 100% ആഗിരണം ചെയ്യണം എന്നില്ല. സോയാബീൻ നമുക്ക് വേണമെങ്കിൽ ഈ പറഞ്ഞ ന്യൂട്രീഷൻ സയൻസിലൂടെ സോയാബീനിൽ നിന്ന് ഐസൊലേറ്റഡ് സോയാ പ്രോട്ടീൻ എടുക്കാം. പല ആളുകളും സോയ കഴിക്കാറുണ്ട്. സോയ നേരിട്ട് കഴിച്ച് ചില ആളുകൾക്ക് ബ്ലോട്ടിംഗ് ഉണ്ടാവും, ആ വയറൊക്കെ വിരുത്ത് കിട്ടുന്ന ഒരു അവസ്ഥ. പക്ഷേ ന്യൂട്രീഷൻ സയൻസിലൂടെ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? ആ ടെക്നോളജി ഉപയോഗിച്ചിട്ട് നമുക്ക് സോയാബീനിൽ നിന്ന് നമ്മുടെ ബോഡിക്ക് 100% അബ്സോർബ് ചെയ്യാവുന്ന ഐസൊലേറ്റഡ് സോയ പ്രോട്ടീൻ കിട്ടുന്നുണ്ട്. അതിൽ ന്യൂട്രിചാർജ് കൊക്കോ പ്രോഡക്റ്റ് ഉണ്ട്, ന്യൂട്രിചാർജ് കേസർ മീൻസ് സ്ട്രോബെറി പ്രോഡക്റ്റ് ഉണ്ട്. ഒരു സാക്ഷയിൽ നിന്ന് കിട്ടുന്നത് ഏകദേശം 100 ഗ്രാം അൽമണ്ട് കഴിച്ചാൽ കിട്ടുന്ന പ്രോട്ടീനാണ്. 100 ഗ്രാം അൽമണ്ടിന് എത്ര വില, ബദാമിന് എത്ര വിലയുണ്ട് എന്ന് ആലോചിച്ച് നോക്കുക. അപ്പൊ ഇതിൽ നിന്ന് കിട്ടുന്ന പ്രോട്ടീൻ ഇത്രയും ബെനിഫിറ്റ് നമുക്ക് കിട്ടുന്നുണ്ട്. ഇതിന് സ്പിനച്ച് അല്ലെങ്കിൽ ചീര അല്ലെങ്കിൽ പാലക്ക് എന്ന് പറയും. 1 കിലോ ചീര കഴിച്ചാൽ അതിൽ നിന്ന് ഏകദേശം 21 മില്ലിഗ്രാം അയൺ കിട്ടും. അത് നമ്മുടെ എന്തിലുണ്ട്? ന്യൂട്രിചാർജ് വുമണിലുണ്ട്. അതുകൊണ്ടാണ് ഇത് കഴിക്കുന്ന സ്ത്രീകൾക്ക് അവർക്ക് ഒരുപാട് ഹിമോഗ്ലോബിൻ ലെവൽ കൂടുന്നു. വർഷങ്ങളായിട്ട് ലോ ഹിമോഗ്ലോബിൻ ലെവലുള്ള ആളുകൾ ഇത് കഴിച്ച് 1-2 മാസം കൊണ്ട് അവർ നോർമൽ ലെവലിൽ എത്തുന്നു. അവരുടെ ക്ഷീണം മാറുന്നു, അവർ അനീമിയ മാറുന്നു, അവരുടെ പീരീഡ് കറക്റ്റ് ആവുന്നു, അവർക്ക് ആർത്തവ സംബന്ധമായ പ്രശ്നങ്ങളൊക്കെ പതുക്കെ സബ്സൈഡ് ആവുന്നു, എക്സസീവ് ബ്ലീഡിങ് ഇല്ലാതാകുന്നു. അങ്ങനെ ആയിരക്കണക്കിന് ആളുകൾക്ക് ഇങ്ങനെ ബെനിഫിറ്റ് കിട്ടുന്നുണ്ട്. സോ ടു ഗെറ്റ് ദ സെയിം എമൗണ്ട് ഓഫ് അയൺ ഇൻ 1 ടാബ്ലറ്റ് ഓഫ് ന്യൂട്രിചാർജ് വുമൺ ഇത് കഴിച്ചാൽ മതി. 21 മില്ലിഗ്രാം അയൺ കഴിച്ചാൽ മതി. അതായത് 1 കിലോ ചീര കഴിച്ചാൽ കിട്ടുന്ന അതേ ബെനിഫിറ്റ് കിട്ടും. ഇനി ലൂട്ടീൻ, ചെണ്ടാമല്ലിപ്പൂ അല്ലെങ്കിൽ ചെട്ടിമല്ലിപ്പൂ എന്ന് പറയും. ചില സ്ഥലങ്ങളിൽ വേറെ പേരാണ് പറയുക. അതുകൊണ്ട് മാരിഗോൾഡ് എന്ന് പറയും. മാരിഗോൾഡ് എന്ന് പറഞ്ഞ പൂവിൽ നിന്ന് എടുക്കുന്ന ലൂട്ടീനും സിയോസാന്തിനും ചേർത്ത നമ്മുടെ ന്യൂട്രിചാർജ് വ്യൂ
അത് കഴിച്ചു കഴിഞ്ഞാൽ കണ്ണിന്റെ ആരോഗ്യ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിക്കും. അത് ന്യൂട്രീഷൻ സയൻസിലൂടെയാണ് അത് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നത്. ന്യൂട്രിചാർജ് വ്യൂ കഴിക്കുന്ന ധാരാളം ആളുകളുണ്ട്. തിമിരത്തിനെ പതുക്കെയാക്കാനും കണ്ണിന്റെ കാഴ്ചശക്തി മെച്ചപ്പെടുത്താനും ഈവൻ തലവേദന ഇത് കൊടുത്തിട്ട് വർഷങ്ങളായിട്ടുണ്ടായിരുന്ന തലവേദന മാറിയ ആളുകൾ വരെയുണ്ട്. ന്യൂട്രിചാർജ് വ്യൂ ഡെയിലി ഒരെണ്ണം കഴിക്കാം രാത്രി അത്താഴത്തിന് ശേഷം. We need to take all those nutrients through external supplements that our body cannot make. അതായത് നമ്മുടെ ശരീരത്തിന് സ്വയം നിർമ്മിക്കാൻ കഴിയാത്ത പോഷകങ്ങളെ നമ്മൾ എക്സ്റ്റേണലി എടുക്കുക നിവൃത്തിയുള്ളൂ, വേറെ വഴിയൊന്നുമില്ല. സോ omega-3 ഈസ് വെരി ഇമ്പോർട്ടന്റ്. നമ്മുടെ ശരീരത്തിന് സ്വയം ഉൽപ്പാദിപ്പിക്കാൻ പറ്റില്ല, എന്നാൽ കഴിക്കുന്ന ഭക്ഷണത്തിലൂടെ വേണ്ടത്ര അളവിൽ അത് നമ്മുടെ ശരീരത്തിന് കിട്ടാറില്ല. ഈ omega-3 ന്യൂട്രിചാർജിലൂടെ നമുക്ക് കിട്ടുന്നു. ന്യൂട്രിചാർജ് omega-3 വെജ് ഒമേഗ, വണ്ടർഫുൾ പ്രൊഡക്റ്റ്. ഡെയിലി ഒരെണ്ണം അല്ലെങ്കിൽ 2 എണ്ണം വെച്ച് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഒരുപാട് പ്രശ്നങ്ങൾ, വർഷങ്ങളായിട്ടുണ്ടായിരുന്ന ഒരുപാട് പ്രശ്നങ്ങളെ മാറ്റാൻ ഇത് സഹായിക്കും. ന്യൂട്രിചാർജ് വെജ് omega-3 ഇതിനെക്കുറിച്ചൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഓരോ പ്രൊഡക്റ്റിനെ കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കും. കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് നോട്ട് ചെയ്യുക, നമുക്ക് അതിന്റെ ബെനിഫിറ്റ് കിട്ടും. കാരണം ഒരു കസ്റ്റമർ അടുത്ത് എന്ത്, എപ്പോൾ, എങ്ങനെ, എത്ര അളവിൽ പറയണം എന്നുള്ളത് ഈ ക്ലാസ്സിലൂടെ നമുക്ക് കിട്ടും. സോ ദ സീക്രട്ട് ഓഫ് ഹെൽത്തി ലൈഫ് ഈസ് 70% ന്യൂട്രീഷൻ. അതായത് PVMFO, പ്രോട്ടീൻ, വൈറ്റമിൻസ്, മിനറൽസ്, ഫൈബർ ആൻഡ് ഒമേഗ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആരോഗ്യത്തിന്റെ 70% ഓക്കെ. ബാക്കി 30% എന്ത് വേണം? വേറെ ഒന്നും ചെയ്യേണ്ട, റെഗുലർ ആയിട്ട് എക്സസൈസ് ചെയ്യുക. ഹാഫ് ആൻ അവർ യു സ്പെൻഡ് ഫോർ യുവർ ബോഡി. നമ്മുടെ ശരീരത്തിന് വേണ്ടി മാറ്റിവെക്കുക. അരമണിക്കൂർ സമയം വേണ്ട, 20 മിനിറ്റ് സമയമെങ്കിലും നമ്മുടെ ശരീരത്തിന് വേണ്ടി മാറ്റിവെക്കുക. കാരണം ഞാൻ തുടക്കത്തിലെ ഫസ്റ്റ് സ്ലൈഡിൽ എന്താ കൊടുത്തിരുന്നത്? അവർ ബോഡി ഈസ് ദ ബിഗ്ഗസ്റ്റ് അസറ്റ്. ഏറ്റവും വലിയ സമ്പത്താണ് നമ്മുടെ ശരീരം. ഈ സമ്പത്ത് നമ്മൾ ശരിക്കും മെയിൻറ്റെയിൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ബോഡി നല്ല രീതിയിൽ വർക്ക് ചെയ്യണം. ബോഡി വർക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇതൊക്കെ കഴിച്ചാൽ വിൽ ഗെറ്റ് ബെറ്റർ റിസൾട്ട്സ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ പറയുന്ന പ്രസന്റേഷനോട് എനിക്ക് കാണാനുള്ളത്. സോ മേക്ക് യുവർ ലൈഫ് 100%. അല്ലെ, ഇപ്പൊ 100% അല്ല, അതുകൊണ്ടുള്ള പ്രശ്നങ്ങളാണ് കൂടുതൽ. ബേസിക്സ് ഓഫ് ന്യൂട്രീഷൻ നമ്മൾ പഠിച്ചു. 7 കാര്യങ്ങൾ: അന്നജം, വെള്ളം, കൊഴുപ്പ്, കോമൺ ആയിട്ടുള്ളത്, പ്രോട്ടീൻ, വൈറ്റമിൻസ്, മിനറൽസ്, ഫൈബർ. ഈ 4 കാര്യങ്ങളാണ് നമ്മുടെ ബോഡിയിൽ കിട്ടാത്തത്. അത് കിട്ടാവുന്ന രീതിയിൽ ന്യൂട്രിചാർജ് മെൻ ഓർ വുമൺ, എനി ടൈപ്പ് ഓഫ് പ്രോട്ടീൻ, കൊക്കോ പ്രോഡക്റ്റ്, സ്ട്രോബെറി പ്രോഡക്റ്റ്, കേസർ പിസ്സ പ്രോഡക്റ്റ്, ഓൾ വോട്ടെവർ ഇറ്റ് ഈസ്, അത് ചേർത്ത് കഴിക്കുക. ഇപ്പൊ പ്രോട്ടീനായി, വൈറ്റമിൻസ് ആയി, മിനറൽസ് ആയി, ഫൈബർ ആയി, പ്ലസ് ഒമേഗ. ഈ ഒരു കോമ്പിനേഷൻ നമ്മൾ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്താൽ 70% അസുഖങ്ങളും മാറും. എല്ലാവർക്കും എല്ലാ പ്രൊഡക്റ്റുകളും സ്യൂട്ട് ആവില്ല. അത് ഏതിനൊക്കെ സ്യൂട്ട് ആവും എന്നുള്ളത് നമ്മൾ വരുന്ന ക്ലാസ്സുകളിൽ പഠിക്കും. ഓക്കെ, അപ്പോ ന്യൂട്രീഷൻ സയൻസ് ഇതിനെക്കുറിച്ച് ബേസിക് ആയിട്ടുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയെന്നാണ് എന്റെ വിശ്വാസം. ഇത് കറക്റ്റ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യുക. ഇതിന്റെ യൂട്യൂബ് നമ്മൾ നോർമൽ ലെവൽ, ഒരു ജനറൽ കാറ്റഗറിയിൽ കഴിയാൻ ഇതിന്റെ ഒന്നും ആവശ്യമില്ല. നിങ്ങൾക്ക് ഒരു സ്പെഷ്യലിസ്റ്റ് ആവണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി പഠിക്കണം. അല്ലെ, ഒരു MBBS കഴിഞ്ഞ ആള് സാധാരണഗതിയിൽ എന്താ ഡോക്ടറാണ്. സാധാരണ ആരും അവരുടെ അടുത്ത് പോവില്ല, അവർ സ്പെഷ്യലൈസ് ചെയ്യും. അപ്പൊ എന്താവും, ഏതെങ്കിലും പർട്ടിക്കുലർ വിഭാഗം എടുത്ത് അവർ സ്പെഷ്യലൈസ് ചെയ്യും, ഗൈനക്കോളജി, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ. അപ്പൊ അവർക്ക് എന്താവും, അവർ സ്പെഷ്യലിസ്റ്റ് ആവും. കുറച്ചുകൂടി കഴിയുമ്പോൾ അവർ എക്സ്പെർട്ട് ആവും. അത്തരം ആളുകളുടെ അടുത്ത് നമുക്ക് പെട്ടെന്ന് പോകാൻ പറ്റില്ല. അല്ലെ, ഇപ്പോ ഗൈനക്കോളജിസ്റ്റ് എന്ന ഇഷ്ടം പോലെ ഉണ്ട്, അതിൽ ചില സ്പെഷ്യൽ കാറ്റഗറി ഉണ്ട്. അവരുടെ അടുത്ത് പോകുമ്പോൾ അവർക്ക് ഫീസ് കൂടുതലായിരിക്കും, തീർച്ചയായിട്ടും അവരെ എളുപ്പത്തിൽ കാണാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ ഒരു കാറ്റഗറിയാണ് എക്സ്പെർട്ട്. അപ്പൊ എക്സ്പെർട്ടിന് എന്ത് വേണം? ലേണിംഗും വേണം, എക്സ്പീരിയൻസും വേണം. അപ്പൊ ഇവിടെ ലേണിംഗ് ആയി, എക്സ്പീരിയൻസ് നമ്മുടെ ട്രെയിനിങ് ക്ലാസ്സുകളിലൂടെ കിട്ടും, പിന്നെ ഫീൽഡിലുള്ള വർക്കിലൂടെ നിങ്ങൾക്ക് കിട്ടും. അപ്പൊ ഇതിന് ശേഷം ഫിസിക്കൽ ട്രെയിനിങ്ങുകൾ ഉണ്ടായിരിക്കും. 3 സ്ഥലങ്ങളിൽ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. റെഗുലർ ആയിട്ട് ഉണ്ടാവും, കാരണം നമ്മുടെ ബിസിനസ്സിൽ ഇഷ്ടംപോലെ ആളുകൾ എപ്പോഴും വന്നുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം 400-ലധികം ആളുകൾ എല്ലാ മാസവും ഈ ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുന്നത് പുതിയതായിട്ട്. അവർക്ക് ഇതിനെക്കുറിച്ച് യാതൊരു അവയർനെസ്സും ഇല്ല. അവയർനെസ് ഇല്ലാത്ത ആളുകളാണ് പുറത്തുള്ളവർ മുഴുവൻ. അവർക്ക് മുഴുവൻ ഈ അവയർനെസ് എത്തിക്കാൻ നമുക്ക് സാധിക്കണം. സോ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. JRCM, हमारा चार्ज न्यूट्री चार्ज. ഓക്കെ, താങ്ക് യു സോ മച്ച് സർ. വളരെ നല്ല രീതിയിൽ